ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് 38ഓളം പുതിയ വിജ്ഞാപനങ്ങൾ വന്നിരുന്നു അല്ലേ. അപ്പോൾ ഈ എല്ലാ വിജ്ഞാപനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ദേവസ്വം ബോർഡ് പരീക്ഷകളിലെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളിലെ ആരാധനയും ആചാരവുമായി ബന്ധപ്പെട്ടും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടും ദേവസ്വം ബോർഡുകളെ കുറിച്ച് പഠിക്കുക, ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് പഠിക്കുക, ഇങ്ങനെയുള്ള ഒരു കൂട്ടം ടോപ്പിക്കുകൾ ചേർന്നതാണ് ദേവസ്വം ബോർഡുകളുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ഒരു ക്ലാസ് എടുത്തിരുന്നു. ഇത് എൻ്റെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഞാൻ ആദ്യ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്തിരുന്നു. ഇത് നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ കുറേ ചോദ്യങ്ങൾ ഡിസ്കഷന് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാൻ നമുക്ക്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ശരിയല്ലേ? തുടങ്ങാം നമുക്ക്. റൈറ്റ്. അപ്പോൾ ഞാൻ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. മുകളിലേക്ക് നോക്കി ശ്രദ്ധിക്കുക. ആദ്യ ക്വസ്റ്റ്യൻ, നമ്മളൊരു 25ഓളം ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഈശ്വര പൂജയിൽ ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രം ഏത്? നോക്കണേ. ഈശ്വര പൂജയിൽ ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രം ഏത്? ഓപ്ഷൻ എ ഹരി ഓം, ഓപ്ഷൻ ബി ഓംകാരം, ഓപ്ഷൻ സി ഗായത്രി മന്ത്രം, ഓപ്ഷൻ ഡി നമഃശിവായ. നോക്കണം, ഹരി ഓം, ഓംകാരം, ഗായത്രി മന്ത്രം, നമഃശിവായ എന്നീ 4 ഓപ്ഷൻ ഉണ്ട്. ചോദ്യം എന്താണ്? ഈശ്വര പൂജയിൽ ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രം ഏത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കണേ. ആൻസർ ചെയ്ത ഓംകാരം. ഈശ്വര പൂജയിൽ ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രത്തിന്റെ പേരെന്താണ്? ഓംകാരം. വിട്ടുപോകല്ലേ, കൂടെ പഠിച്ചേക്കണേ. ആൻസർ ചെയ്ത ഓംകാരമാണ്. നോക്കുക, ഈശ്വര പൂജയിൽ ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുടെ പേരെന്താ? മറന്നുപോകല്ലേ. എന്താ അത്? ഓംകാരം. വിട്ടുപോകല്ലേ, ഓംകാരം. പഠിച്ചേ, ഓംകാരം. ക്ലിയർ? ഇതാ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനെ കിട്ടിയായിരുന്നല്ലോ. ഈശ്വര പൂജയിൽ ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രം ഓംകാരം എന്ന് കിട്ടി. ഓംകാരവുമായി ബന്ധപ്പെട്ടുള്ള വരും ചോദ്യങ്ങൾ മുന്നോട്ടുണ്ട്, നോക്കിക്കോണം, മിസ്സാക്കരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. അങ്ങനെയെങ്കിൽ ഓംകാരത്തിന്റെ മറ്റൊരു പേരെന്ത്? നോക്കണേ. ഓംകാരത്തിന്റെ മറ്റൊരു പേരെന്ത്? ഓപ്ഷൻ എ ഗായത്രി, ബി പ്രണവം, ഓപ്ഷൻ സി ത്രിമൂർത്തി, ഓപ്ഷൻ ഡി സവത്രി. കിട്ടിയായിരുന്നോടെ? നോക്ക്, ഗായത്രി, പ്രണവം, ത്രിമൂർത്തി, സവത്രി എന്ന 4 ഓപ്ഷൻ. എന്താ ചോദ്യം? ഓംകാരത്തിന്റെ മറ്റൊരു പേരെന്ത്? ഇതിലെ ഏറ്റവും നല്ല ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ, പ്രണവം. വിട്ടുപോകല്ലേ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, പ്രണവം. കിട്ടിയായിരുന്നു. എന്താ? ഓംകാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരെന്താ, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? പ്രണവം. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ, പ്രണവമാണ്. ഓംകാരത്തിന്റെ മറ്റൊരു പേരെന്താ? പ്രണവം. വിട്ടുപോകല്ലേ, പ്രണവം. ക്ലിയർ? പ്രണവമാണ്. കഴിഞ്ഞില്ല, വീണ്ടും മുന്നോട്ട് പോകുന്നു. പരിചയപ്പെടാം. എങ്കിൽ മൂന്നാമത്തെ ചോദ്യം നോക്കിയാണേ. ഓംകാരത്തിൽ എത്ര അക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട്? ഓംകാരം ഇതൊരു ശബ്ദമാണല്ലേ, ഓംകാര ശബ്ദം. ഓം, ഓം ഒരു ഓംകാര ശബ്ദമാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 3 അക്ഷരങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആ എന്ന അക്ഷരമുണ്ട്, അതുപോലെ ഉ എന്നൊരക്ഷരമുണ്ട്, അവസാനം കണ്ടോ മായിട്ട് ചന്ദ്രകല, അതായത് ഓം. അവസാനം നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ, ഓം അവസാനം വരുന്ന കണ്ടോ, അത് തന്നെ. അപ്പം ആ ഉ ഓം. അപ്പൊ ഓംകാരത്തിൽ ശരിക്കും 3 അക്ഷരങ്ങൾ ചേർന്നാണ് ഓംകാരം ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാ അക്ഷരം എന്ന് പറയുന്നത്? ആ ഉ ക്ലിയർ അല്ലേ? അപ്പൊ നോക്കൂ, ഓംകാരത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ആൻസർ? ഓപ്ഷൻ സി അല്ലേ? 3. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണേ. മറന്നുപോകല്ലേ, ഓംകാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 3 അക്ഷരങ്ങൾ. അപ്പോൾ ഓംകാരത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയണം. എത്ര? അത് ഓംകാരത്തിൽ 3 അക്ഷരങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അതൊന്ന് കൂടെ പഠിച്ചേക്കണേ, ഒന്ന് കാണാതെ പഠിച്ചേക്കണേ. നമുക്ക് പോണ വഴിക്ക് ആവശ്യമുണ്ട്. നോക്കൂ, ആ ഉ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് കിട്ടും ഓം. അവസാനം വരുന്ന ഇമ്മാണ്. മായിട്ട് ചന്ദ്രകല. എഴുതി പഠിക്കണേ. മായിട്ട് ചന്ദ്രകല, അതാണ് എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓംകാരത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കണം. ഓംകാരത്തിൽ 3 അക്ഷരങ്ങളുണ്ട്. എങ്ങനെയാണ്? ഓംകാരം എന്ന് പറയുമ്പോൾ 3 അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് ശരിക്കും ഓംകാരം വന്നിരിക്കുന്നത് അല്ലെ? ഓംകാരം. മുന്നോട്ട് പോകുന്നു. എങ്കിൽ പരിചയപ്പെടാം. ഓപ്ഷൻ അല്ല, അടുത്തൊരു എക്സ്പ്ലനേഷൻ ഞാനത് എഴുതിയിട്ടുണ്ട്. ഞാനതിപ്പോൾ ഷെയർ ചെയ്യാം. നോക്കി, നമ്മുടെ ആൻസർ 3 കിട്ടിയായിരുന്നല്ലോ അല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 3 ആണ്. ഓംകാരം സി ആണ് ആൻസർ. 3 അക്ഷരങ്ങളുണ്ട്. ഞാൻ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. വിശദീകരണം നോക്കി. ഓംകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉ
എന്നീ 3 അക്ഷരങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവ ലയിച്ചാണ് ഓം എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത്. മറക്കല്ലേ, ഇവ ലയിച്ചാണ് ഓം എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത്. മറക്കരുത്, ഇവ ലയിച്ചാണ് ഓം എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണേ. വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പരിചയപ്പെടാം. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 4, നാലാമത്തെ ചോദ്യമാണ്. നോക്കണേ, ഓംകാരത്തിലെ ആ അക്ഷരം ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? ഏറ്റവും പ്രധാനം, ഞാൻ പറഞ്ഞു ഓംകാരം എന്ന് പറയുന്ന ഹിന്ദുക്കൾ പൂജയിൽ ആദ്യമായി ഉപയോഗിക്കുന്ന ആദ്യപരമായ ഓം. ഓംകാരത്തിൽ ശരിക്കും 3 അക്ഷരങ്ങൾ. ഒന്നേതാ ആയുണ്ട്, രണ്ടേതാ ഊ ഉണ്ട്, മൂന്നേതാ ഇം, മായിട്ട് ചന്ദ്രകല. ശരിക്കും ഈ 3 അക്ഷരങ്ങൾ 3 ദേവന്മാരെ സൂചിപ്പിക്കുന്നു. 3 ദേവന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റൊരു സ്പെഷ്യാലിറ്റി, അവർ ത്രിമൂർത്തികളാണ്. മറക്കല്ലേ, ഓംകാരത്തിൽ 3 അക്ഷരം ആ ഉ ഇം എന്ന് പറയുമ്പോൾ എടുത്തു പറയണം മായിട്ട് ചന്ദ്രകല എന്ന് പറയണം, അല്ലെങ്കിൽ അത് അമ്മായി പോവും. ഇം ഓം പറഞ്ഞു നോക്കിയാലേ കിട്ടും കേട്ടോ. ഓം ഓ കിട്ടിയായിരുന്നു. ആ ഉ ഇം മായിട്ട് ചന്ദ്രകല. അപ്പൊ ശരിക്കും ഈ 3 അക്ഷരങ്ങൾ 3 ദേവന്മാരെയും കൂടെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു. ആ 3 ദേവന്മാരുടെ സ്പെഷ്യാലിറ്റി എന്താ? അവർ ത്രിമൂർത്തികളാണെന്നേ. മറക്കല്ലേ, അവർ ത്രിമൂർത്തികളാണ്. ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കോണേ. നോക്കൂ, അതിൽ ശരിക്കും ആ എന്ന അക്ഷരം വിഷ്ണുദേവനെ, ആ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് വിഷ്ണുദേവനാണ്. ആരാ വിഷ്ണുദേവൻ? സംരക്ഷകൻ എന്ന വിളിപ്പേര്. നമ്മുടെ സൃഷ്ടിയുടെ സംരക്ഷകൻ, സൃഷ്ടിയുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ദൈവമാണ് മഹാവിഷ്ണു അല്ലേ. അപ്പൊ ഹിന്ദു മിഥോളജി പ്രകാരം സൃഷ്ടിയുടെ സംരക്ഷകനാണ് മഹാവിഷ്ണു. അടുത്ത ഉ എന്ന അക്ഷരം ആരെ സൂചിപ്പിക്കുന്നു? ത്രിമൂർത്തികളുടെ അടുത്ത ദൈവമാരാ? ശിവൻ, മഹാദേവനെ സൂചിപ്പിക്കുന്നു. അങ്ങനെങ്കിൽ ഉ എന്താണ്? സംഹാരമൂർത്തിയാണ്. പഠിച്ചേക്കണേ, എഴുതി മാറ്റിക്കോണേ, സംഹാരകമൂർത്തിയാണ്. ക്ലിയർലി? അങ്ങനെയാണെങ്കിൽ മായിട്ട് ചന്ദ്രകല ആരെ സൂചിപ്പിക്കുന്നു? ബ്രഹ്മാവ്. ഓക്കെ അല്ലേ? ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ബ്രഹ്മാവാണ് സൃഷ്ടാവാണ്, സൃഷ്ടികർത്താവ് എന്ന് പറയല്ലേ. സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്. തിരിഞ്ഞു പോകല്ലേ, സൃഷ്ടികർത്താവാണ് ആര്? ബ്രഹ്മാവ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ? അതൊന്ന് എഴുതി മാറ്റിക്കോണം നിങ്ങൾ, അല്ലെങ്കിൽ കാണാതെ ഇപ്പൊ തന്നെ കേട്ട് പഠിക്കുക കേട്ടോ. നോക്കൂ, ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹിന്ദു പൂജയിൽ ആദ്യമായി ഉപയോഗിക്കുന്ന വാക്കാണ് ഓം. ഓം എന്ന് പറയുമ്പോൾ ഓം എന്ന ശബ്ദത്തിൽ 3 അക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആയുണ്ട്, ഉ ഇം എന്ന് പറയുമ്പോൾ മായിട്ട് ചന്ദ്രകല എന്ന് എഴുതി പഠിക്കുക കേട്ടോ. അപ്പൊ ആ ആരെ സൂചിപ്പിക്കുന്നു? വിഷ്ണുദേവനെ സൂചിപ്പിക്കുന്നു. ഉ ആരെ സൂചിപ്പിക്കുന്നു? ശിവദേവൻ അല്ലെങ്കിൽ മഹാദേവനെ സൂചിപ്പിക്കുന്നു. മായിട്ട് ചന്ദ്രകലയാണെങ്കിൽ ബ്രഹ്മാവ്, സൃഷ്ടി. അപ്പോൾ ബ്രഹ്മാവിന് മറ്റൊരു പേരുണ്ട്, സൃഷ്ടാവ് എന്ന് വിളിക്കാറുണ്ട്. ശിവനെയാണെങ്കിൽ സംഹാരകൻ എന്ന് വിളിക്കാറുണ്ട്. സംഹാരമാണ് ശിവൻ. എന്നാൽ വിഷ്ണു ആണെങ്കിലോ, വിഷ്ണുദേവനാണെങ്കിൽ സംരക്ഷകൻ. നമ്മുടെ സൃഷ്ടിയുടെ സംരക്ഷകൻ ആരാണ്? വിഷ്ണുദേവനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ നോക്കി വെച്ചേക്കണേ. മറക്കല്ലേ, അത്യാവശ്യം ഈ ഒരു എക്സ്പ്ലനേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ചോദ്യങ്ങളുണ്ടേ, നോക്കി വെച്ചേക്കണേ. അപ്പൊ ഇനി ആൻസർ പറയുള്ളൂ നിങ്ങൾ. ഓംകാരത്തിലെ ആ എന്നക്ഷരം ആരെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ നമുക്ക് നോക്കണം. ഓപ്ഷൻ എയിൽ ശിവൻ അല്ല ആൻസർ. ഓപ്ഷൻ ബിയിൽ വിഷ്ണു കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. വിഷ്ണു ആണ് ആൻസർ കേട്ടോ, വിഷ്ണുവാണ്. അപ്പോൾ ഓംകാരത്തിലെ ആ എന്നക്ഷരം ശരിക്കും വിഷ്ണുദേവനെ സൂചിപ്പിക്കാം. ആരെയാണ്? വിഷ്ണുദേവൻ. ആ എന്താ? വിഷ്ണു. സംരക്ഷകൻ. ഊ എന്താ? ശിവൻ. സംഹാരകൻ. മായിട്ട് ചന്ദ്രകല ബ്രഹ്മാവ്, സൃഷ്ടി. പഠിച്ചു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണേ? 4 ചോദ്യങ്ങൾ ഓക്കെയാണേ. മുന്നോട്ട് പോകുന്നു, പരിചയപ്പെടാം. അടുത്ത ആലോചിച്ച് നോക്കിയടേ. ഞാൻ നോക്കൂ, അടുത്ത 5ാമത്തെ, ഞാനിവിടെ എക്സ്പ്ലനേഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ് പാസ് ചെയ്ത് പോയത്. നിങ്ങൾ നോക്കിയേ, ഇതല്ലേ നമ്മൾ കുറച്ചു തന്നെ പറഞ്ഞത് കേട്ടോ. ആ എന്ന അക്ഷരം വിഷ്ണു ഭഗവാനെ സൂചിപ്പിക്കുന്നു, സൃഷ്ടിയുടെ സംരക്ഷകൻ. ഉ എന്ന അക്ഷരം ശിവദേവനെ സൂചിപ്പിക്കുന്നു, മഹാദേവനെ സൂചിപ്പിക്കുന്നു, സംഹാരകൻ. അടുത്ത മായിട്ട് ചന്ദ്രകല ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു, ബ്രഹ്മാവ് സൃഷ്ടാവ്. ക്ലിയർ? ആ എക്സ്പ്ലനേഷനാണ് ഞാൻ അപ്പുറത്ത് എഴുതി തന്നത്. ക്ലിയർ അല്ലേ? പോട്ടെ, 5ാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ. നോക്കണേ, ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ഹരി എന്ന പദത്തിന് അർത്ഥം എന്ത്? നോക്കണേ, ഹരി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഹരി എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മുടെ ഹരിഹരസുതൻ എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അയ്യപ്പസ്വാമി നമ്മൾ അറിയപ്പെടുന്ന പേരെന്താ? ഹരിഹരസുതൻ. അതായത് ഹരിയുടെയും ഹരന്റെയും പുത്രൻ, അതാണ് ഹരിഹരസുതൻ. ഹരിയാര? വിഷ്ണു. ഹരനാര? മഹാദേവൻ. ഹരിഹരസുതൻ, ഹരിയുടെയും ഹരന്റെയും പുത്രനാണ് ഹരിഹരസുതനായ അയ്യപ്പസ്വാമി. ശരിയല്ലേ? അപ്പൊ അതിന് പ്രകാരം നോക്കിയേ, ഹരി എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഹരിഹരൻ, ഹരിവിഷ്ണു, ഹരൻ മഹാദേവൻ, ഹരിവിഷ്ണു. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ എ സൂര്യൻ അല്ല.
ഓപ്ഷൻ ബി ഈശ്വരൻ, വിഷ്ണു. കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. പഠിക്കൂ നിങ്ങൾ. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ആലോചിച്ചേ. ഹരിഹര സുധൻ അയ്യപ്പസ്വാമി. ഹരി എന്താ? വിഷ്ണു. ഹരൻ എന്താ? മഹാദേവൻ. അപ്പൊ കറക്റ്റ് ആണ്. ഹരി എന്ന വാക്ക് ആരെ സൂചിപ്പിക്കുന്നു? വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു. വിഷ്ണു അല്ലെങ്കിൽ ഈശ്വരനെ സൂചിപ്പിക്കുന്നു. ശരിക്കും എന്താ? ഹരി. ശരിക്കും ഈ ഹരി എന്ന വാക്കിന് മറ്റൊരു മീനിങ് കൂടെ ഉണ്ട്. എന്താ വാക്കിന്റെ അർത്ഥം? പാപത്തെ നീക്കുന്നവൻ. ഹരി എന്ന വാക്കിന് മറ്റൊരു മീനിങ് ഉണ്ട്. സംസ്കൃതപരമായി മറ്റൊരർത്ഥം പാപത്തെ ഇല്ലാതാക്കുന്നവൻ, പാപത്തെ നീക്കുന്നവൻ അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സംസ്കൃതപരമായി ഹരി എന്ന വാക്കിന് മറ്റൊരു അർത്ഥമുണ്ട്. പാപത്തെ നീക്കുന്നവൻ, പാപത്തെ ഇല്ലാതാക്കുന്നവൻ എന്നും വിളിക്കാം. ക്ലിയർ ആണ്? അപ്പോൾ ഹരി സംസ്കൃതമായ അർത്ഥം എന്താ? പാപത്തെ നീക്കുന്നവൻ. അതാരാത്? വിഷ്ണു. ഹരിഹര സുധൻ അയ്യപ്പസ്വാമി പറഞ്ഞ പോലെ. ശരിയല്ലേ? ഹരിഹര സുധൻ. ഹരിയാരാ? വിഷ്ണു. ഹരനാരാ? മഹാദേവൻ. ഹരിഹര സുധൻ ആരാ? അയ്യപ്പസ്വാമിയാണ്, അയ്യപ്പൻ അല്ലേ? ക്ലിയർ. അപ്പോൾ 5 ചോദ്യങ്ങൾ ഓക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. 5ാമത്തെ ചോദ്യം നിങ്ങൾ ഏത് കൊടുത്തു? ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. വിഷ്ണു സ്വാമിയെ കൊടുത്തു, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ കൊടുത്തു. ബി. 5ന്റെ ആൻസർ ബി. ക്ലിയർ ആണ്? പഠിച്ചു. മുന്നോട്ട് പോകുന്നത് പരിചയപ്പെടാം. അടുത്തത് നമുക്ക് നോക്കേണ്ടത് നമ്പർ 6, 6ാമത്തെ ചോദ്യമാണ്. 6 നോക്ക്. ക്വസ്റ്റ്യൻ എന്താണ്? ഓംകാരത്തിലെ മായിട്ട് ചന്ദ്രകല അക്ഷരം ഏത് ദേവനെയാണ് സൂചിപ്പിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓം അവസാനം വരുന്ന ശരിക്കും ഞാൻ എഴുതി കാണിച്ചിരുന്നു എക്സ്പ്ലനേഷനല്ലേ. മായിട്ട് ചന്ദ്രകല ആരെ സൂചിപ്പിക്കുന്നു? ആരെ കാണിക്കുന്നത്? മാ എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു ഓംകാരത്തിൽ 3 അക്ഷരങ്ങൾ ആ ഉ എന്താണത്? അത് ശരിക്കും ത്രിമൂർത്തികളെ കാണിക്കുന്നു. ശരിയല്ലേ? ആ ആരാണ്? വിഷ്ണുദേവനാണ്. ഉ ആരാണ്? ശിവദേവനാണ്. എം ആരാണ്? ബ്രഹ്മാവ്. ഓപ്ഷൻ ബ്രഹ്മാവ് ഉണ്ടോ? നോക്കിയേ. ഇന്ദ്രൻ ഓപ്ഷൻ എ വരൂല. ഓപ്ഷൻ സി ഗണപതി ത്രിമൂർത്തിയല്ല, വെട്ടിക്കോ. ഓപ്ഷൻ ഡി സൂര്യൻ ത്രിമൂർത്തിയല്ല, വെട്ടിക്കോ. സോ ആൻസർ ഈസ് ബി, ബ്രഹ്മാവ്. കഴിഞ്ഞു. സിമ്പിൾ. ഞാൻ പറഞ്ഞില്ല, എക്സ്പ്ലനേഷൻ പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ ആവും. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും ക്ലാസ്സിൽ പഠിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ തിയറി ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിയറി ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ ആണ് പഠിക്കുന്നത്. ഓംകാരമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓംകാരത്തെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കാം. അപ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും ഓംകാരത്തിലൊരു പോയിന്റ് ആണ് 3 അക്ഷരങ്ങൾ ചേർന്ന് ഓംകാരം എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നു എന്ന് പഠിക്കുന്നുണ്ട്. ത്രിമൂർത്തികളാണ് ശരിക്കും ഓംകാരത്തിലെ 3 ദൈവം എന്നറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ മാത്രമല്ല നമുക്ക് ഓപ്ഷനിൽ മറ്റൊരു കാര്യമുണ്ട്, എലിമിനേഷൻ ചെയ്യാൻ പറ്റും. കാരണം ഓംകാരം എന്ന് പറയുന്നത് ത്രിമൂർത്തിയാണ് സൂചിപ്പിക്കുന്നതെന്നും എങ്കിൽ ഈ ഓപ്ഷൻ എ ഇന്ദ്രൻ ത്രിമൂർത്തിയുടെ ഭാഗമാണോ? അല്ല. ഗണപതി ഭഗവാൻ ത്രിമൂർത്തിയുടെ ഭാഗമാണോ? അല്ല. സൂര്യ ഭഗവാൻ ത്രിമൂർത്തിയുടെ ഭാഗമാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. അങ്ങനെയും എലിമിനേറ്റ് ചെയ്യാം. ഒരു ഓപ്ഷൻ അത്ര സിമ്പിൾ ആയതുകൊണ്ടാണ്. ബേസിക്കലി അറിഞ്ഞിരിക്കുക ഓംകാരം 3 ത്രിമൂർത്തികളാണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ? മുന്നോട്ട് പോണേ. അടുത്ത പരിചയപ്പെടാം. നമ്പർ 7, 7ാമത്തെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾ നോക്കി. വീണ്ടും 7ാമത്തെ ചോദ്യം ഓംകാരം തന്നെയാണ്. നോക്കണേ. ഓംകാരത്തിന്റെ ത്രിമൂർത്തി സങ്കല്പം അനുസരിച്ച് ഉ അക്ഷരം ഏതിനോട് ബന്ധപ്പെട്ടതാണ്? നോക്കണേ. ഉ എന്ന അക്ഷരം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ശരിക്കും അതിന് ഓപ്ഷൻ പറഞ്ഞിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോകെ. ഓപ്ഷൻ എ എന്താ? സൃഷ്ടി. ഓപ്ഷൻ ബി എന്താ? സംരക്ഷണം. ഓപ്ഷൻ സി എന്താ? സംഹാരം. ഓപ്ഷൻ ഡി എന്താ? വികാസം. അപ്പൊ നോക്കണം. സൃഷ്ടി എന്ന പദം ഏത് ദൈവവുമായിട്ടാണ് ബന്ധം? ബ്രഹ്മാവുമായിട്ടാണ് ബന്ധം. സംരക്ഷണം ആരായിട്ടാണ് ബന്ധം? വിഷ്ണുവായിട്ടാണ് ബന്ധം. സംഹാരമാണെങ്കിലോ മഹാദേവനുമായിട്ടാണ് ബന്ധം. ശരിയല്ലേ? അവിടെ ശരിക്കും ഉ എന്ന പദം ആരുമായിട്ടാണ് ബന്ധം? മഹാദേവനുമായിട്ടല്ലേ? ശിവഭഗവാനുമായിട്ടല്ലേ ബന്ധം? അപ്പോൾ ശരിക്കും ശിവൻ അല്ലെങ്കിൽ മഹാദേവൻ എന്ന് പറയുമ്പോൾ സിംബൽ ഓഫ് എന്തിന്റെ പ്രതീകമാണ്? സംഹാരത്തിന്റെ പ്രതീകമാണ്. നമുക്ക് ആൻസർ ചെയ്തു വരാം. ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? മഹാദേവൻ എന്ന് പറയുമ്പോൾ ശരിക്കും സംഹാരത്തിന്റെ പ്രതീകമാണ്. അതനുസരിച്ച് നമുക്ക് ഈ ഓപ്ഷൻ പരിശോധിക്കുമ്പോൾ ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. സംഹാരം എന്ന് വെച്ചാൽ ശിവനാണ്. സംഹാരം എന്ന് വെച്ചാൽ ശിവനാണ്, വിട്ടുപോകരുത്. സംഹാരം എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്. അപ്പോൾ ഓംകാരത്തിന്റെ ത്രിമൂർത്തി സങ്കല്പം അനുസരിച്ചോട്ട് ഉ എന്ന അക്ഷരം സംഹാരം അല്ലെങ്കിൽ ശിവൻ മഹാദേവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സോ അവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. പോന്നു. ക്ലിയർ ആണ്? 8ാമത്തെ ചോദ്യം പഠിച്ചേക്കണേ കൂടെ. 8ാമത്തെ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അത് ഇച്ചിരി കട്ടിയാണ്, എന്നാലും നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നോക്കിയേ. യഥാക്രമം വൈഷ്ണവ ശൈവദേവി ഉപാസകരുടെ അഭിപ്രായം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? നോക്കൂ. യഥാക്രമം വൈഷ്ണവ ശൈവ ദേവി ഉപാസകരുടെ അഭിപ്രായം എന്നുള്ളത് ഓംകാരത്തിന്റെ ഒരു ഡെഫിനിഷനാണ്. ഓംകാരത്തിന്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പൊ നമുക്ക് ആൻസർ ഇനി പരിശോധിക്കാം അല്ലെങ്കിൽ പരിഗണിക്കാം. നോക്കിയേ. ഓംകാരത്തിന്റെ വ്യാഖ്യാന വൈവിധ്യമാണോ? നോക്കണം. ഹിന്ദു മതത്തിന്റെ ഏകതയാണോ സൂചിപ്പിക്കുന്നത്? വേദങ്ങളുടെ പ്രാധാന്യമാണോ സൂചിപ്പിക്കുന്നത്?
അതോ മുകളിൽ ഒന്നുമല്ലാത്തതാണോ എന്ന് പറഞ്ഞു അല്ലേ. ഓംകാരത്തിന്റെ ഒരു ഡെഫിനിഷൻ തന്നെയാണ് യഥാക്രമം വൈഷ്ണവ ശൈവ ദേവി ഉപാസകരുടെ അഭിപ്രായം എന്ന് കൊടുത്തിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ പറയുമ്പോൾ ആൻസർ ഏതായി പരിഗണിക്കാം? ഓപ്ഷൻ എ. നോക്കൂ, ഇനി ഒന്ന് എക്സ്പ്ലനേഷൻ വായിച്ചേ. ഓംകാരത്തിന്റെ വ്യാഖ്യാന വൈവിധ്യമാണ് ശരിക്കും ആ കൊടുത്തിരിക്കുന്നത്. ഓംകാരത്തിന്റെ ഒരു വ്യാഖ്യാനമാണ് ആ കൊടുത്തിരിക്കുന്നത്. യഥാക്രമം നോക്കുക, യഥാക്രമം വൈഷ്ണവ ശൈവ ദേവി ഉപാസകരുടെ അഭിപ്രായം എന്നുള്ളത് ശരിക്കും ഓംകാരത്തിന്റെ ഒരു വ്യാഖ്യാന വൈവിധ്യം തന്നെയാണ്. ക്ലിയറല്ലേ? ലേശം കട്ടിയാണ്. ഓംകാരം പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ പോയിന്റ് കവർ ചെയ്യുന്ന ഒരു പോയിന്റാണ്. പഠിച്ചേക്കണം. 8ാമത്തെ ചോദ്യമാണത്. ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ്. അപ്പോൾ ഓംകാരത്തിന്റെ ഒരു വ്യാഖ്യാന വൈവിധ്യമാണ് കാണിച്ചിരിക്കുന്നത്. യഥാക്രമം വൈഷ്ണവ ശൈവ ദേവി ഉപാസകരുടെ അഭിപ്രായം എന്നത് ഓംകാരത്തെ സൂചിപ്പിക്കുന്നത് ആണ്. പഠിച്ചു കേട്ടോ. റൈറ്റ്. അടുത്ത മുന്നോട്ട് പോകുന്നു. നമ്മുടെ 9ാമത്തെ ഓംകാരം കഴിഞ്ഞു. ഓംകാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് കഴിഞ്ഞു. 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അർച്ചനയിലേക്ക് കയറുന്നു, പുഷ്പാഞ്ജലികളിലേക്ക് കയറുന്നു. നോക്കിയേ, പുഷ്പാഞ്ജലി കുടുംബത്തിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബത്തിൽ കലഹം കുറയ്ക്കാൻ ഏത് പുഷ്പാഞ്ജലികൾ നടത്തണം? നമുക്കറിയാം, അമ്പലത്തിലെ ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ വഴിപാടാണ് അർച്ചനകൾ എന്ന് പറയുന്നത്. അർച്ചനകൾ പലതരത്തിലാണ്. ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ റേറ്റുകളുണ്ട് അമ്പലത്തിൽ. അപ്പൊ അതുപോലെ തന്നെ ഓരോ അർച്ചനയ്ക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ? ഓരോ അർച്ചനയ്ക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ നോക്കൂ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? കുടുംബത്തിലെ കലഹം കുറയ്ക്കാൻ ഏത് തരത്തിലുള്ള പുഷ്പാഞ്ജലികൾ കഴിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി. ഓപ്ഷൻ ബി എന്താണ്? ശത്രുദോഷ പുഷ്പാഞ്ജലി. ഓപ്ഷൻ സി എന്താണ്? ദേഹ പുഷ്പാഞ്ജലി. ഓപ്ഷൻ ഡി എന്താണ്? ആയുർ സൂക്ത പുഷ്പാഞ്ജലി. മറന്നു പോകല്ലേ, ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി, ശത്രുദോഷ പുഷ്പാഞ്ജലി, ദേഹ പുഷ്പാഞ്ജലി, ആയുർ സൂക്ത പുഷ്പാഞ്ജലി. ആ ഒരു 4 ഓപ്ഷനിൽ ഒരു ഐക്യമത്യ സൂക്തം എന്ന് കണ്ടായിരുന്നു. എന്താ ഐക്യമത്യ സൂക്തം എന്ന വാക്കിന്റെ അർത്ഥം? ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, അതിന്റെ അർത്ഥം കറക്റ്റ് ഒത്തൊരുമ അല്ലേ? ഒത്തൊരുമ എന്ന് പറയുമ്പോൾ കലഹമില്ലാത്ത സ്ഥലത്ത് മാത്രമല്ലേ ഒത്തൊരുമ കാണുള്ളൂ. പ്രത്യേകിച്ച് വഴക്കോ കലഹമോ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിൽ ഐക്യമത്യമായിട്ട് പോകാൻ കഴിയൂ. ഐക്യമത്യം മീൻസ് ഒത്തൊരുമയോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അർത്ഥം വെച്ച് നമുക്ക് അതിന്റെ ആൻസറിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ കുടുംബത്തിൽ കലഹം കുറയ്ക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഏത് ഉപയോഗിക്കാൻ കഴിയും? ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി മതി. ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി മതി. സോ ആ വാക്കിൽ തന്നെയുണ്ട് ഐക്യമത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലഹം കുറയ്ക്കാനും കലഹങ്ങളില്ലാതെയും പ്രശ്നങ്ങളില്ലാതെയും മുന്നോട്ട് പോകാൻ. സോ ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. കുടുംബത്തിൽ കലഹം കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് പുഷ്പാഞ്ജലി ഏതാ? ഇനി ഒരു ജ്യോത്സ്യരോടും ചോദിക്കേണ്ട, ആരോടും ചോദിക്കേണ്ട, ചെയ്തേക്കണം. ഉണ്ടെങ്കിൽ ചെയ്തേക്കണം ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി. കുടുംബത്തിൽ കലഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തേക്കണം ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ 9ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 9ന്റെ ആൻസർ നമ്മൾ ഓപ്ഷൻ എ കൊടുത്തു. ശേഷം മുന്നോട്ട് പോകുന്നു. പരിചയപ്പെടാൻ നമ്പർ 10, 10ാമത്തെ ചോദ്യം. പുഷ്പാഞ്ജലി കഴിഞ്ഞു. പുഷ്പാഞ്ജലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമേ കഴിഞ്ഞുള്ള എങ്കിൽ 10ാമത്തെ മറ്റൊരു ചോദ്യമാണ്. പരിശോധിക്കണേ. ആവണപ്പലക. അതായത് ആവണപ്പലക എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നമുക്കറിയാം, ക്ഷേത്രങ്ങളിലെ നിത്യോപയോഗ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ് ആവണപ്പലക. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു, പൂജാ സാധനങ്ങൾ വെക്കാൻ. ഓപ്ഷൻ ബി പൂജയ്ക്ക് ഇരിക്കാനായി. ഓപ്ഷൻ സി പുഷ്പങ്ങൾ സൂക്ഷിക്കാൻ. ഓപ്ഷൻ ഡി നിവേദ്യം വെക്കാൻ. അതായത് ആവണപ്പലക എന്തിനായി ഉപയോഗിക്കുന്നു? പൂജാസ്ഥാനങ്ങൾ വെക്കാൻ, പൂജയ്ക്ക് ഇരിക്കാൻ, പുഷ്പങ്ങൾ സൂക്ഷിക്കാൻ, നിവേദ്യങ്ങൾ വെക്കാൻ. നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ഉപയോഗിക്കേണ്ടി വരുന്ന, ഉത്സവങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു നിത്യോപയോഗ മെറ്റീരിയലാണ് ഏതായത് ആവണപ്പലക. എന്തിനാ ആവണപ്പലക ഉപയോഗിക്കുന്നത്? പൂജയ്ക്ക് ഇരിക്കാൻ. ഇതൊരു പൂജാസനമാണ്. പൂജയ്ക്ക് ഇരിക്കാനായി ഉപയോഗിക്കുന്നു. ഇതൊരു പൂജാസനമാണ്. പൂജയ്ക്ക് ഇരിക്കാനായി ഉപയോഗിക്കുന്നതാണ് ആര്? ആവണപ്പലക. കറക്റ്റ് ആൻസർ. അപ്പൊ ആവണപ്പലക പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോഴേ തീർച്ചയായിട്ടും അതിന്റെ പിക്ചർ ഒന്ന് കാണണം കേട്ടോ. കാരണം നമ്മൾ ഈ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആവണപ്പലക, അതുപോലെ തന്നെ നമ്മുടെ ഈ വിളക്കുകളെ കുറിച്ച് പഠിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ വിളക്കുകളെ കുറിച്ച് പഠിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എൻ്റെ പിക്ചർ കണ്ടാൽ പെട്ടെന്ന് ഓർത്തിരിക്കും. മാത്രമല്ല അമ്പലങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ആവും. ഒരു അമ്പലത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് കാണുമ്പോഴാണ് ഇതാണ് അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച ആവണപ്പലക, ഇതാണ് അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച കരവ വിളക്ക്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്കത് കിട്ടും. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും ഒരു ദേവസ്വം പോലെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ചില
പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ സൂപ്പർ ആയിരിക്കും. ആ പിക്ചർ കണ്ടാൽ പിന്നെ ഒരു കാലത്തും അത് മറക്കില്ല. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഈ കൊച്ചു പിള്ളേരെ ഇപ്പോൾ LKG UKG പഠിപ്പിക്കുന്ന കൊച്ചു പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കുന്നത്, അവർക്ക് ഒരു കാര്യത്തിനെ ഇപ്പോൾ ക്യാരറ്റ് എന്ന് പറയുന്നതിനെക്കാട്ടി ബെറ്റർ എന്താ, ക്യാരറ്റ് പിക്ചർ റെപ്രസെൻറ്റേഷനാണ്. അല്ലെങ്കിൽ തക്കാളി, അല്ലെങ്കിൽ ഒരു ബോള്, അല്ലെങ്കിൽ തേങ്ങ, അല്ലെങ്കിൽ എന്തെങ്കിലും അനിമലിന്റെ പിക്ചർ, തിമിംഗലം, ലയൺ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അവർക്ക് പിക്ചർ വെക്കുമ്പോൾ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ മോർ പവർഫുൾ. നമ്മൾ ഏത് പ്രായത്തിലും പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഈസ് മോസ്റ്റ് പവർഫുൾ. എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും, വളരെ സൂപ്പറായി മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പിക്ചോറൽ റെപ്രസെൻറ്റ്. കാരണം നമ്മൾ ഡെയിലി സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കാണുന്ന കുറേ സാധനങ്ങളാണ്, നമുക്ക് എൻ്റെ പേരറിയില്ല. നമ്മൾ ക്ഷേത്രങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ ക്ഷേത്രങ്ങളിൽ ഇരിപ്പുണ്ട്, അതേ സാധനങ്ങളുടെ പേര് നമുക്കറിയില്ല. പക്ഷെ അതേ സംഭവമാണ് ഇവിടെ PSC ക്വസ്റ്റ്യൻ. PSC അല്ല, KDRB, വേഷം എന്ന KDRB ആണ്. പരീക്ഷ നടത്തുന്ന ഏജൻസിന്റെ പേരെന്താ, KDRB. നമുക്ക് അവരെ പറ്റി പഠിക്കാനുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, അവരുടെ ആവിർഭാവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം KDRB പരീക്ഷ നടത്തുന്ന സമയത്ത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ സ്ഥിരമായി അമ്പലത്തിൽ കാണുന്ന, ക്ഷേത്രങ്ങളിൽ കാണുന്ന ഉപകരണങ്ങളെക്കുറിച്ചും നിത്യോപയോഗ സാധനങ്ങളെക്കുറിച്ചാണ് ചോദ്യങ്ങൾ വരുന്നത്. കണ്ടോ, ആവണപ്പലക നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് അമ്പലത്തിൽ പോകുമ്പോൾ, ശ്രദ്ധിക്കത്തില്ല, കാണും നിങ്ങൾ. പക്ഷേ സാധാരണ ഒരു പലക പോലിരിക്കും. ഞാൻ എൻ്റെ സ്പെഷ്യാലിറ്റി പടം സഹിതം കാണിച്ചു തരാം. ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കോണം. ആൻസർ പൂജയ്ക്ക് ഇരിക്കാനായെന്ന് കണ്ടല്ലോ, ഇരിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് സംഭവം. നമ്മൾ എപ്പോഴും നോക്കിയാൽ മതി. തിരുമേനിമാരൊക്കെ പൂജകൾ, ഗണപതി ഹോമവും എല്ലാ ദിവസവും ഗണപതി ഹോമവും ഉണ്ട്. അപ്പോൾ ഗണപതി ഹോമങ്ങളിൽ പൂജകളൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ കാണും. നോക്കൂ, എന്താ സംഭവം നോക്കിയേ, എന്താ എക്സ്പ്ലനേഷൻ. ആവണപ്പലക ഒരു പൂജാസനമാണ്, ഒരു പൂജാസനമാണ്. ഇതിൽ കൂർമ്മത്തിന്റെ ആമയുടെ ശിരസും കാലുകളും കൊത്തിയിരിക്കും. ഇതിൽ കൂർമ്മത്തിന്റെ ആമയുടെ ശിരസും കാലുകളും നോക്കിയേ, കണ്ടോ, ആമയുടെ ശിരസ് കുത്തിയിരിക്കുന്നുണ്ടോ, ആമയുടെ കാല് കണ്ടോ, കാല് ഏകദേശം ഒരു ആമയെ പോലെ തന്നെ ഇരിക്കുകയല്ലേ, കറക്റ്റാ. അപ്പോൾ ആവണപ്പലക ഒരു പൂജാസനമാണെന്നും ഇതിൽ കൂർമ്മത്തിന്റെ ആമയുടെ ശിരസും കാലുകളും കൊത്തിയിരിക്കും. ഇത് സ്ഥിരതയും ആത്മീയ ശക്തിയും സൂചിപ്പിക്കുന്നു. സ്ഥിരതയും ആത്മീയ ശക്തിയും സൂചിപ്പിക്കുന്ന, പൂജയ്ക്ക് ക്ഷേത്രങ്ങളിൽ ഇരിക്കാനായി, പൂജയ്ക്ക് ഇരിക്കാനായി ഉപയോഗിക്കുന്ന ഒരു പൂജാസനമാണ് ആവണപ്പലക. എങ്ങനെ ഷേപ്പ് വരുന്നത്, കൂർമ്മത്തിന്റെ ആമയുടെ ശിരസും കാലുകളും കൊത്തിയിരിക്കും. മറക്കല്ലേ, ആമയുടെ ശിരസും കാലുകളും കൊത്തിയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ആമയുടെ ശിരസും കാലുകളും കൊത്തിയിരിക്കും. ക്ലിയർ കട്ട്. എഴുതി മാറ്റിയിരുന്നപ്പോൾ പിക്ചർ കണ്ടപ്പോൾ ഒരു ഐഡിയ. ഇനിയിപ്പോൾ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ എപ്പോഴും പോകുമ്പോൾ ഇത് കാണുമ്പോഴേ അപ്പോഴേ ഓർമ്മ വരാം, അന്ന് ഇത് യൂട്യൂബിൽ നമ്മൾ പഠിപ്പിച്ചിരുന്നു, അന്ന് മിനിസ്റ്റേഴ്സ് അക്കാഡമിയുടെ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചിരുന്നു. ഇതാണ് ആവണപ്പലക എന്ന് മനസ്സിലാക്കണേ. ക്ലിയർ. അപ്പോൾ ആൻസർ ഏതാ, ഓപ്ഷൻ ബി, പൂജയ്ക്ക് ഇരിക്കാനായിട്ട്. മുന്നോട്ട് പോകുന്നു, അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കി നിങ്ങൾ എന്താ പറയുന്നത്, നിലവിളക്ക് എന്തിന്റെ പ്രതീകമാണ്? നോക്കണേ, നിലവിളക്ക് എന്തിന്റെ പ്രതീകമാണ്? ഓപ്ഷൻ എ, ദേവന്മാരുടെ കണ്ണ്. ഓപ്ഷൻ ബി, സർവ്വ ഐശ്വര്യത്തിന്റെയും ദേവതകളുടെയും സാന്നിധ്യം. ഓപ്ഷൻ സി, അഗ്നിയുടെ ശുദ്ധി. ഓപ്ഷൻ ഡി, സൂര്യപ്രകാശം. അപ്പൊ നോക്കണം, നിലവിളക്ക് എല്ലാ വീടുകളിലും അല്ലേ, രാവിലെയും വൈകിട്ടും നിലവിളക്ക് എത്തിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അപ്പം നിലവിളക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തിന്റെ ഒരു സൂചനയാണ്? സർവ്വ ഐശ്വര്യത്തിന്റെയും ദേവതകളുടെയും സാന്നിധ്യം കാണിക്കുന്നു. മറക്കല്ലേ, നിലവിളക്ക് എന്ന് പറയുന്നത് സർവ്വ ഐശ്വര്യത്തിന്റെയും ദേവതകളുടെയും സാന്നിധ്യം വിളിച്ചു വരുത്തുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അപ്പൊ നിലവിളക്ക് എന്ന് പറയുന്നത് ദേവന്മാരുടെ കണ്ണാണോ? അല്ല. അഗ്നിയുടെ ശുദ്ധിയാണോ? സംശയം വരാം, ഒരിക്കലും അല്ല. സൂര്യപ്രകാശം ഒരിക്കലും, ഒരു കാരണവശാലും സൂര്യപ്രകാശം അതിനകത്ത് വരൂല. ക്ലിയർ അല്ലേ? എന്നാൽ ആൻസർ ഏതാ? സർവ്വ ഐശ്വര്യത്തിന്റെയും ദേവതകളുടെയും സാന്നിധ്യമാണ്. ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? നിലവിളക്ക് എന്ന വാക്കിന്റെ അർത്ഥം. നിലവിളക്ക് അതിന്റെ പ്രതീകമാണ്. ക്ലിയർ അല്ലേ? സോ 11ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. മുന്നോട്ട് പോകുന്നു, പരിചയപ്പെടാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. കൊടിവിളക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വീണ്ടും നമുക്ക് പിക്ചർ കിട്ടിയേ പറ്റൂ. നോക്ക്, കൊടിവിളക്ക് എന്തിനായി ഉപയോഗിക്കും? കൊടിവിളക്കാണ്. വിളക്കുകൾ പലതരത്തിൽ, അതിലൊന്നാണ് ഏത്? കൊടിവിളക്ക്. ഓപ്ഷൻ എ പരിശോധിച്ചേ. ഓപ്ഷൻ എ, അതിനവിടെ ആൻസർ ഉണ്ടല്ലേ. ആ ആൻസർ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു, കുഴപ്പമില്ല. നോക്കൂ, ഓപ്ഷൻ എ പൂജാ മന്ത്രം ജപിക്കാൻ. ബി എന്താണ്? ദീപം കത്തിക്കാൻ. സി എന്താ? ശംഖുതാൻ. ഡി എന്താ? ആരതി കാണിക്കാൻ. ഞാനവിടെ ആൻസർ ഉണ്ട്. ശരിക്കും അതിന്റെ ഒരു ആൻസർ ദീപം കത്തിക്കാനാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഹിന്ദുമത ശാസ്ത്രപ്രകാരം നിലവിളക്ക് എപ്പോഴും കത്തിക്കേണ്ടത് കൊടിവിളക്ക് ഉപയോഗിച്ചാണ്. ശ്രദ്ധിക്കണം, എപ്പോഴും നിലവിളക്ക് കൊളുത്തേണ്ടത് കൊടിവിളക്ക് ഉപയോഗിച്ചിട്ടാണ്. ഒരു തത്വശാസ്ത്രമാണ്. അപ്പോൾ എപ്പോഴും കൊടിവിളക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് ദീപം കത്തിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ. 1. 2,
നിലവിളക്ക് എപ്പോഴും കത്തിക്കേണ്ടത് കൊടിവിളക്ക് ഉപയോഗിച്ച് മാത്രമേ പാടുള്ളൂ എന്നൊരു ശാസ്ത്രമുണ്ട്. അമ്പലങ്ങളിൽ കാണാൻ കഴിയുമല്ലേ? ചില വീടുകളിൽ കാണാൻ പറ്റും. ചിലയിടത്ത് നമ്മൾ ചില ഫെസ്റ്റിവൽസിന് മാത്രമേ ചില വീട്ടിൽ കാണാൻ പറ്റൂ. ചിലപ്പം ഡെയിലി അങ്ങനെ കത്തിക്കുന്ന വീടുകൾ ഉണ്ടാവാം. ഇതൊന്നും അല്ലെങ്കിൽ തീർച്ചയായും ക്ഷേത്രങ്ങളിൽ കൊടിവിളക്ക് ഉപയോഗിച്ച് മാത്രമേ ദീപങ്ങൾ കത്തിക്കാറുള്ളൂ. നോക്കുക, അപ്പൊ കൊടിവിളക്ക് എന്തിനായി ഉപയോഗിക്കുന്നു? ക്ഷേത്രങ്ങളിൽ ദീപം നിലവിളക്ക് കൊളുത്താൻ എപ്പോഴും കൊടിവിളക്കാണ് ഏറ്റവും ഉത്തമം. അപ്പൊ അതിന്റെ ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എവിടെ ഇതാണ് സംഭവം. ഇപ്പൊ കിട്ടി. ഇത് നമ്മൾ സ്ഥിരം അമ്പലത്തിൽ കാണുന്നുണ്ടെന്നേ. നോക്കുക, ഞാൻ പറഞ്ഞത് നമ്മൾ ഡെയിലി കാണുന്ന സംഭവങ്ങൾ ഇതാണ് സംഭവം. ഇതാണ് പിടി. ഇവിടെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ കത്തിക്കും. ഇതിനകത്ത് നെയ്യ് ഒഴിക്കും. കുറച്ച് നെയ്യ് ഒഴിച്ച് 2 തിരിയിടും. 2 തിരിയിട്ട് ഇങ്ങനെ കത്തിക്കണ്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിലവിളക്ക് തെളിയിക്കുക കൊടിവിളക്ക് കൊണ്ട് മാത്രം. അതാണ് കറക്റ്റ്. അതാണ് ഏറ്റവും ബെറ്റർ. കണ്ടോ, ഇവിടെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു നിലവിളക്ക് കത്തിക്കുന്ന പിക്ചർ കണ്ടോ. ഇതാണ് കൊടിവിളക്ക്. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന അമ്പലത്തിൽ. അപ്പൊ ഇതിന് കാണുമ്പോഴേ നിങ്ങൾ ഓർക്കുക ഇതാണല്ലോ കൊടിവിളക്ക് എന്ന് നമ്മൾ ഓർക്കും. ഞാൻ അവിടെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ വിശദീകരണം പറയുന്നത്? കൊടിവിളക്ക്, കൊടിവിളക്കല്ല, കൊടിവിളക്കാണ്. കൊടിവിളക്ക് ഒരു ദീപസ്തംഭമാണ്. ശരി, ഇതിൽ നെയ്യും 2 തിരികളും ഉപയോഗിച്ച് ദീപങ്ങൾ കത്തിക്കും. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് 2 തിരികളും ഉപയോഗിച്ച് ദീപം കത്തിക്കുന്നു. ആ കൊടിവിളക്ക് ഉപയോഗിച്ച് മാത്രമേ ശരിക്കും നിലവിളക്ക് കത്തിക്കാവൂ എന്നൊരു വിശ്വാസം കൂടെ. ക്ലിയർ അല്ലേ? പഠിച്ചായിരുന്നു. അപ്പൊ കൊടിവിളക്കിന്റെ ജോലി എന്താ? ദീപം കത്തിക്കൽ. തീർച്ചയായിട്ടും. ഇനി കൊടിവിളക്കൊക്കെ പിക്ചർ കണ്ടായിരുന്നല്ലോ, പിക്ചറും കണ്ടു. ഇപ്പൊ ഐഡിയ ആയിട്ടുണ്ടോ? നമ്മൾ 2 പിക്ചറായി ഇപ്പൊ കണ്ടത്. ഒന്നെന്താ, ആവണപ്പലക ഓർക്കുമല്ലോ, അമ്പലത്തിൽ കാണുമ്പോൾ ഓർക്കുമല്ലോ. രണ്ടെന്താ, കൊടിവിളക്ക് ഓർക്കുമല്ലോ. കൊടിവിളക്കിന്റെ പർപ്പസ് എന്താ? ദീപം കത്തിക്കാൻ. നിലവിളക്കുകൾ കത്തിക്കേണ്ടത് കൊടിവിളക്ക് ഉപയോഗിച്ചു മാത്രം. ക്ലിയർ അല്ലേ? അപ്പൊ എത്രയായി ചോദ്യം? 12ആയി ചോദ്യം. നമുക്ക് 25 ക്വസ്റ്റ്യനാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്പർ 13ലേക്ക് പോകുന്നു. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വീണ്ടും പിക്ചർ നമുക്ക് ആവശ്യമുണ്ട്. നോക്കൂ, കരവ വിളക്ക് എങ്ങനെയുള്ള രൂപത്തിലാണ്? എന്താണ് കരവ വിളക്ക്? എല്ലാ അമ്പലങ്ങളിലും കരവിളക്ക് കാണാൻ കഴിയുന്ന, എല്ലാ ദിവസവും കത്തിച്ചു വെക്കാറുമുണ്ട്. കരവിളക്ക് എങ്ങനെയുള്ള രൂപത്തിലാണ്? നോക്കൂ, എന്റെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ ഇരിപ്പിൽ നിന്ന് 3 ശാഖകൾ. നോക്കാം. ഓപ്ഷൻ ബി ഒറ്റത്തിരിയുള്ള വിളക്ക് നോക്കണം. ഓപ്ഷൻ സി 5 തട്ടുകളുള്ള വിളക്ക് നോക്കാം. ഓപ്ഷൻ ഡി വൃത്താകൃതിയിലുള്ള വിളക്ക്. കരവ വിളക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ശാസ്ത്രമുണ്ട്. ശരിക്കും കരവ വിളക്ക് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു? ത്രിമൂർത്തി ഭാവം. ഓംകാരം പറഞ്ഞ പോലെ കരവ വിളക്ക് എന്ന് പറയുന്നത് ശരിക്കും ത്രിമൂർത്തി ഭാവങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു. മറക്കല്ലേ, ത്രിമൂർത്തി ഭാവമാണ് കരവിളക്ക്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. ഞാൻ പറഞ്ഞു, ബ്രഹ്മാവ് എന്ന് വെച്ചാൽ സൃഷ്ടി, മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ സംഹാരം, വിഷ്ണു എന്ന് വെച്ചാൽ എന്തായിരുന്നു? സംരക്ഷകനായിരുന്നു. അപ്പോൾ ശരിക്കും ഓംകാരത്തിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന പോലെ കരവ വിളക്ക് എന്ന് പറയുന്നത് 3 ദൈവങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ആ 3 പേരുടെ പ്രത്യേകത എന്താ? അവർ ത്രിമൂർത്തികളാണെന്നേ. 3 പേരല്ലേ ത്രിമൂർത്തികൾ. അപ്പൊ തീർച്ചയായിട്ടും 3 എന്ന ആൻസർ വരുന്ന ഏതാ? ഓപ്ഷൻ 1. ഇത് സത്യം പറഞ്ഞാലേ ആണ് ഒരു വിളക്കാണ്. ഈ വിളക്കിനകത്ത് 3ആയിട്ടാണ് ഇങ്ങനെ പോകും. 3ആയിട്ട് ഞാനത് പിക്ചർ കാണിച്ചു തരാം. അപ്പൊ ആദ്യം എൻ്റെ ആൻസർ പഠിക്കുക. അപ്പൊ കരവ വിളക്ക് എന്ന് പറയുന്ന സമയത്ത് അതിൽ 3 ശാഖകൾ ഉണ്ടാവും. തീർച്ച ആ 3 ശാഖകളും ഓരോ ശാഖയും ഓരോ ദൈവത്തെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു. ത്രിമൂർത്തി ഭാവമാണ് എപ്പോഴും വരേണ്ടത്. ഇനി പിക്ചറിലേക്ക് വരാം. പഠിച്ചോ? ആൻസർ ഏതാ? ആൻസർ എ ആണെന്ന് പഠിച്ചേ. ഇനി പിക്ചറിലേക്ക് വരാം. കരവ വിളക്കാണ്. ഒരു ഇരിപ്പിൽ നിന്ന് 3 ശാഖകൾ ഉണ്ടാവും. ഒറ്റ ഇരിപ്പിൽ 3 ബ്രാഞ്ചുകൾ ഉണ്ടാവും. ഇനി പിക്ചർ നോക്കിയതാണ്. ഇതാണ് സംഭവം. ഇപ്പൊ കിട്ടി കണ്ടോ? ഒറ്റ ഇരിപ്പിൽ 3 ശാഖ കണ്ടോ? ബ്രഹ്മാവ്, ശരിയല്ലേ? ബ്രഹ്മ വിഷ്ണു മഹേശ്വര, ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ കണ്ടോ? 3 പേരെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര. ത്രിമൂർത്തികൾ സങ്കല്പമാണ് എപ്പോഴും കരവിളക്കിലുള്ളത് അല്ലെ? ത്രിമൂർത്തി സങ്കല്പം ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ, എക്സ്പ്ലനേഷൻ പരിശോധിച്ചേ. കരവ വിളക്ക് എന്ന് പറയുന്നത് ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. ബ്രഹ്മാവ് സൃഷ്ടി, വിഷ്ണു സംരക്ഷകൻ, മഹേശ്വരൻ സംഹാരകൻ. അപ്പോൾ കരവിളക്ക് എന്ന് പറയുന്നത് ത്രിമൂർത്തി സങ്കല്പമാണ് അതിന് പിന്നിലുള്ളത്. മറക്കല്ലേ? പിക്ചർ കണ്ടപ്പോഴേ മനസ്സിലായി കാണാം. ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും ഇതുണ്ട്. അപ്പോൾ ആവണപ്പലക കണ്ടു, കരവ വിളക്ക് നമ്മൾ കണ്ടു, കൊടി വിളക്ക് കണ്ടു. ഇതിൻ്റെയൊക്കെ പിക്ചർ വെച്ച് പെട്ടെന്ന് ഓർത്തെടുക്കണേ, വിട്ടുപോകല്ലേ? റൈറ്റ്. ഇങ്ങനെയുള്ള ഇതൊക്കെ അടിസ്ഥാന ബേസിക് ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരം ക്ഷേത്രങ്ങളിൽ കാണുന്ന ചില മെറ്റീരിയലാണ് നമ്മൾ ചോദ്യങ്ങൾ കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ആണ് പറഞ്ഞത്, പിക്ചർ വെച്ചേ പഠിക്കാവൂ, എന്നാലേ അത് യൂസ്ഫുൾ ആവുള്ളൂ.
ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകുന്നു, പരിചയപ്പെടാം. നമ്പർ 14 ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ദീപാരാധന തട്ടുകളിൽ എത്ര വിളക്കുകൾ ഉണ്ടാകും? മനസ്സിലേക്ക് വരിക. ദീപാരാധന തട്ട് എന്ന് പറയുമ്പോഴേ ശ്രദ്ധിക്കണം, ഹിന്ദു മിത്തോളജിയിൽ ഒറ്റ സംഖ്യ നല്ല സംഖ്യ, ഒറ്റ സംഖ്യ നല്ല സംഖ്യ എന്നൊരു വിശ്വാസമുണ്ട്. ഒറ്റ സംഖ്യ നല്ല സംഖ്യ. അതിന് പ്രകാരം ദീപാരാധന തട്ടുകളിൽ എപ്പോഴും പോകുന്നത് ഒറ്റ സംഖ്യ ഗണത്തിലായിരിക്കും. അത് ആരംഭിക്കുന്നതോ നോക്ക് 3-ലായിരിക്കും. 3, 5, 7, 9. നോക്കിയാൽ മതി. ക്ഷേത്രങ്ങളിൽ ദീപാരാധന സമയത്ത് തിരുമേനി ഒരു ദീപാരാധന തട്ടും കൊണ്ട് അകത്തേക്ക് പോകുന്നതാണ് അല്ലെ? ശ്രീകോവിലിനകത്തേക്ക് പോകുന്ന കാണാൻ കഴിയും. തീർച്ചയായും കാണാൻ കഴിയും. എങ്കിൽ ദീപാരാധന തട്ടുകളിലെ ആ വിളക്കുകൾ കത്തിക്കേണ്ടത് എപ്പോഴും, ആ വിളക്കുകൾ കത്തിക്കാനുള്ള പ്ലേസ് എപ്പോഴും ഒറ്റ സംഖ്യയിലായിരിക്കും. ആദ്യത്തിൽ 3 വിളക്ക്, പിന്നെ തൊട്ടു താഴെ 5, പിന്നെ 7, പിന്നെ 9, ഇങ്ങനെ പോകും. ശരിയല്ലേ? അപ്പോൾ ദീപാരാധന തട്ടുകളിൽ എത്ര വിളക്കുകൾ ഉണ്ടാവും? ഒറ്റ സംഖ്യ വിളക്കുകളായിരിക്കും എപ്പോഴും. 3, 5, 7, 9. ഇതാണ് ഏറ്റവും ഉത്തമം, ഏറ്റവും അഭികാമി ഇതാണ്, ഏറ്റവും ഉത്തമം ഇതാണ്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. അല്ലേ? എന്തായാലും 2, 4, 6 എന്തായാലും ഇരട്ട സംഖ്യയാണ്, വരൂല. പിന്നെ 10, 12 ഇരട്ട സംഖ്യ വരൂല. 1, 3, 5 വരൂല. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ട് ചെയ്യുന്ന 3 എപ്പോഴും അഭികാമി അവിടെ. അപ്പം ദീപാരാധന തട്ട് 3, 5, 7, 9 അവസാനിക്കും. ക്ലിയർ അല്ലേ? 3, 5, 7, 9 നമ്മുടെ ആൻസറായി വരേണ്ടത്. 3, 5, 7, 9. ക്ലിയർ അല്ലേ? അപ്പോൾ 14 ചോദ്യങ്ങൾ പാസ് ചെയ്യുന്നു. എങ്കിൽ വായിച്ചു നോക്കാം. അടുത്തത് 15 ക്വസ്റ്റ്യന്റെ 15ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ. 15ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒന്ന് നോക്കണേ. നിലവിളക്ക് ഏറ്റവും പ്രധാനം, നിലവിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്നു? അതൊരു വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണ്. നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും അല്ലെ? ആ ശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഓംകാര ധ്വനി, ഓപ്ഷൻ ബി വായുവിന്റെ ശബ്ദം, ഓപ്ഷൻ സി ശംഖിന്റെ നാദം, ഓപ്ഷൻ ഡി മണിയോഷരം. അപ്പൊ നോക്കൂ, ശരിക്കും നിലവിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓംകാര ധ്വനിയാണ് കേട്ടോ. ആൻസർ ഏതാ? ഓംകാര ധ്വനി. മറന്നു പോകല്ലേ. നിലവിളക്ക് കത്തിക്കുമ്പോൾ ശരിക്കും ഉണ്ടാകുന്ന ശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്നു? മറന്നു പോകല്ലേ. ഓംകാര ധ്വനി. ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. മറന്നു പോകല്ലേ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓംകാര ധ്വനി. 15ന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓംകാര ധ്വനി. വിട്ടുപോകല്ലേ. ഓംകാര ധ്വനിയാണ് കറക്റ്റ് ആൻസർ. ഓംകാര ധ്വനി ഏതാണ് കറക്റ്റ്? ഓംകാര ധ്വനിയാണ്. വിട്ടുപോകല്ലേ. എന്താ കറക്റ്റ് ആൻസർ? ഓംകാര ധ്വനി. പരിചയപ്പെടാം. വീണ്ടും മുന്നോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് പോകുന്നു. നോക്കൂ, 16ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. വീണ്ടും ദീപാരാധന. വീണ്ടും ചോദ്യം, ദീപാരാധനയിൽ എന്തുകൊണ്ട് ഒറ്റ സംഖ്യയിലുള്ള വിളക്കുകൾ ഉപയോഗിക്കുന്നു? ഇതുകൊണ്ടാണ്. ഓപ്ഷൻ എ ദേവന്മാർക്ക് അതാണ് ഇഷ്ടം, ഓപ്ഷൻ ബി ശുഭപ്രദമായതിനാൽ, ഓപ്ഷൻ സി ജ്യോതിഷപ്രകാരം അനുകൂലം, ഓപ്ഷൻ ഡി മുകളിലെല്ലാം. പറഞ്ഞു, ഹിന്ദു മിഥോളജി പ്രകാരം ഒറ്റ സംഖ്യ നല്ല സംഖ്യ എന്നൊരു ആശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ശ്രദ്ധിക്കണം, ദേവന്മാർക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒറ്റ സംഖ്യ, ശുഭപ്രദമായതിനാൽ ഒറ്റ സംഖ്യ, അതുപോലെ ജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലം ഒറ്റ സംഖ്യ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം വരും. ദേവന്മാർക്ക് ഏറ്റവും ഇഷ്ടമായത്. അപ്പം ദീപാരാധന തട്ടുകളിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒറ്റ സംഖ്യ വിളക്കുകളായിരിക്കും. തീർച്ച. ഒന്ന്, ദേവന്മാർക്ക് ഏറ്റവും ഇഷ്ടമായതും ശുഭപ്രദമായതിനാലും ജ്യോതിഷപ്രകാരം ഏറ്റവും നല്ലത് ഒറ്റ സംഖ്യ എന്നുള്ള വിശ്വാസം കാരണമാണ് എല്ലാ ക്ഷേത്രങ്ങളിലെയും ദീപാരാധന തട്ടുകളിൽ ഒറ്റ സംഖ്യ വിളക്കുകൾ മാത്രമേ കാണുള്ളൂ. പഠിച്ചോ? 16ന്റെ ആൻസർ ഏതാടേ? ഓപ്ഷൻ ഡി. മറക്കല്ലേ, 16ന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് 16ന്റെ ആൻസർ. എങ്കിൽ മുന്നോട്ട് പോകുന്നു, പരിചയപ്പെടാം. നമ്പർ 17 ആണ് 17ന്റെ ആൻസർ. 16ന്റെ ആൻസർ നമ്മൾ ഓപ്ഷൻ ഡി എന്ന് കൊടുത്തു. കണ്ടായിരുന്നല്ലോ. ക്ലിയർ അല്ലേ? 17ന്റെ ആൻസർ പരിചയപ്പെട്ടേ. ക്വസ്റ്റ്യൻ നമ്പർ 17. എന്താ 17? താന്ത്രികമായി നിലവിളക്ക്. താന്ത്രികമായി നിലവിളക്ക് എന്തിന്റെ പ്രതീകമാണെന്ന് ചോദിക്കുന്നു. ഓപ്ഷൻ എ സൂര്യന്റെ തേജസ്, ഓപ്ഷൻ ബി കുണ്ടലിനി ശക്തി, ഓപ്ഷൻ സി അഗ്നിയുടെ ശുദ്ധി, ഓപ്ഷൻ ഡി ചന്ദ്രന്റെ ശീതളത. അതിന്റെ ആൻസർ കിട്ടും കേട്ടോ. കാരണം നമ്മൾ നേരത്തെ നിലവിളക്കുമായി ബന്ധപ്പെട്ട് നിലവിളക്ക് എന്തിന്റെ പ്രതീകമാണെന്ന് ചോദിച്ചിരുന്നു.
അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു സൂര്യനുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. സോ ഓപ്ഷൻ എ വെട്ടാൻ കഴിയും. അഗ്നിയുടെ ശുദ്ധിയാണോ എന്ന് ചോദിച്ചു, അല്ലാന്ന് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, ഒരു ഓപ്ഷനിൽ കണ്ടിരുന്നു. ചന്ദ്രന്റെ ശീതളതയാണോ, അല്ല. സോ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നിലവിളക്കിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രതീകം എന്നൊരു ക്വസ്റ്റ്യൻ നമ്പർ 12 ആയിരുന്നു കേട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷെ വന്ന വഴിയിൽ എനിക്ക് തോന്നുന്നു 12 എന്തോ ആണ് ഒരു ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നു, നിലവിളക്കിന്റെ പ്രാധാന്യം അല്ലേ. അപ്പൊ അവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അവിടെ ഓപ്ഷനിൽ നമുക്ക് അഗ്നിശുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും താന്ത്രികമായി നിലവിളക്ക് എന്തിനുപയോഗിക്കുന്നു ചോദിച്ചാൽ സൂര്യന്റെ തേജസ്സല്ല, അഗ്നിയുടെ ശുദ്ധിയല്ല, ചന്ദ്രന്റെ ശീതളതയല്ല. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. കുണ്ടലിനി ശക്തിയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 17ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കുണ്ടലിനി ശക്തിയാണ്. ശരിക്കും നിലവിളക്ക് എന്തിന്റെ പ്രതീകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ കഴിയും. എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അഡീഷണൽ പോയിന്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. നോക്കൂ, എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നിലവിളക്ക് എന്ന് പറഞ്ഞാൽ കുണ്ടലിനി ശക്തിയുടെ, അതായത് ആത്മീയ ഊർജത്തിന്റെ പ്രതീകമാണ്. ഇത് ജ്ഞാനത്തിന്റെ പ്രകാശത്തിന് സൂചിപ്പിക്കും. ജ്ഞാനത്തെയും പ്രകാശത്തെ കൃത്യമായി. അപ്പോൾ നിലവിളക്ക് ശരിക്കും ആത്മീയ ഊർജത്തിന്റെ പ്രതീകമാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ആത്മീയ ഊർജങ്ങളുടെ പ്രതീകമാണ്. ഇത് ജ്ഞാനത്തിന്റെ പ്രകാശത്തെ സൂചിപ്പിക്കും. എന്താണ് നിലവിളക്ക്? കൊടിവിളക്ക് വേറെയാണേ. നിലവിളക്ക് കണ്ടു, കൊടിവിളക്ക് കണ്ടു, ദീപാരാധന തട്ട് കണ്ടു, ഓംകാര ശബ്ദങ്ങൾ കണ്ടു, ത്രിമൂർത്തി കണ്ടു, കരവ് വിളക്ക് കണ്ടു അല്ല, ഇതെല്ലാം നമ്മൾ കണ്ടു. ആവണ പലക നമ്മൾ കണ്ടു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടേ. വീണ്ടും മുന്നോട്ട് പോണേ. ഇത്ര 17 ഉള്ളായിരുന്നോ? അതെ, ഇനി 18. നമ്പർ 18 ഏറ്റവും പ്രധാനം വായിച്ചു നോക്കിയേ. 18 ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാ ഗോവിന്ദത്തിന്റെ കർത്താവാരാണ്? നോക്കണേ, ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഗീതാ ഗോവിന്ദമാണ്. ആ ഗീതാ ഗോവിന്ദത്തിന്റെ കർത്താവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാത്? ഓപ്ഷൻ എ വാൽമീകി, ഓപ്ഷൻ ബി ജയദേവൻ, ഓപ്ഷൻ സി കാളിദാസൻ, ഓപ്ഷൻ ഡി തുഞ്ചത്ത് രാമാനുജൻ. നോക്കണേ, വാൽമീകി, ജയദേവൻ, കാളിദാസൻ, തുഞ്ചത്ത് രാമാനുജൻ. ഏതാ ആൻസർ വേണ്ടത്? അപ്പോൾ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണ ഉപയോഗിക്കുന്ന ഏതാ? ഗീതാഗോവിന്ദങ്ങളുടെ കർത്താവാരാ? ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ജയദേവൻ. വിട്ടുപോകല്ലേ. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഗീതാഗോവിന്ദത്തിന്റെ പിതാവാരാ? ഗീതാഗോവിന്ദത്തിന്റെ പിതാവാരാ? ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ജയദേവൻ. മറന്നു പോകല്ലേ, ആരാത്? ജയദേവനാണ്. വിട്ടുപോകല്ലേ, ജയദേവൻ. കഴിഞ്ഞില്ല, വീണ്ടും മുന്നോട്ട്. എങ്കിൽ നോക്കൂ, നമ്പർ 19. ചോദ്യം, ഗീതാഗോവിന്ദത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? വിട്ടുപോകല്ലേ. ഗീതാഗോവിന്ദങ്ങളിൽ എത്ര അധ്യായമുണ്ട്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 12, ഓപ്ഷൻ സി 14. ജയദേവന്റെ. അപ്പോൾ ജയദേവന്റെ ഗീതാഗോവിന്ദത്തിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കണം ആൻസർ ഏതാ? ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. 12 അധ്യായങ്ങൾ. അപ്പോൾ 19ാമത്തെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഗീതാഗോവിന്ദത്തിൽ ജയദേവന്റെ ഗീതാഗോവിന്ദങ്ങളിൽ എത്ര അധ്യായമുണ്ട്? 12 അധ്യായങ്ങൾ. 12 അധ്യായങ്ങൾ. ഇവിടെ കൃത്യമായി നോക്കിക്കോണം. എന്താണ് ഗീതാഗോവിന്ദം? ഞാൻ ഒരു ഐഡിയ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണ ഉപയോഗിക്കുന്നു. അതവിടെ അത് മറ്റൊരു ചോദ്യം വരും കേട്ടോ. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് ഗീതാഗോവിന്ദം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവിടെ കിട്ടിക്കോണം. നമ്മളൊന്ന് തുടങ്ങി വെച്ച് ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ആരാ? ജയദേവന്റെ ഗീതാഗോവിന്ദമാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചേക്കണേ. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യങ്ങളുണ്ടേ. ക്ലിയർ അല്ലേ? അപ്പൊ അതിൽ എത്ര അധ്യായങ്ങളുണ്ട്? 12 അധ്യായങ്ങൾ. അപ്പോൾ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഗീതാഗോവിന്ദം ആരുടെയാണ്? ജയദേവനാണ് ഗീതാഗോവിന്ദത്തിന്റെ കർത്താവ്. അതിൽ ഉള്ളത് 12. മറക്കല്ലേ, 12 അധ്യായങ്ങൾ. മറന്നു പോകല്ലേ. എത്ര? 12 അധ്യായങ്ങൾ. കിട്ടിയോ? എത്ര? 12 അധ്യായങ്ങൾ. ക്ലിയർ അല്ലേ? എങ്കിൽ മുന്നോട്ട് പോകുന്നു, പരിചയപ്പെടാം. ദാ നോക്കുക, ഈ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് പഠിച്ചേക്കണേ. അവിടെ നമുക്കൊരു ചോദ്യം കിടപ്പുണ്ട്. ദാ നോക്കൂ, വിശദീകരണം പരിശോധിച്ചേ. ഗീതാഗോവിന്ദം 12 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു. ശരി, നമ്മൾ പഠിച്ചു. അപ്പൊ പെട്ടെന്ന് മനസ്സിലേക്കൊന്ന് ഓടി വന്നേക്കണം. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് കൊണ്ടുവരിക. എന്താണ് ഗീതാഗോവിന്ദം? കണ്ടു അല്ലേ? ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏതാ? ഗീതാഗോവിന്ദമാണ്. ഗീതാഗോവിന്ദം ആരുടെയാ? ജയദേവന്റെയാണ്. ക്ലിയർ ആവന്നേ. അപ്പൊ ഗീതാഗോവിന്ദത്തിൽ 12 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തിലും 8 വരികളുള്ള ഗാനങ്ങൾ. ശ്രദ്ധിക്കാം, ഗീതാഗോവിന്ദത്തിൽ 12 അധ്യായം. ആലോചിച്ച്
ജയദേവന്റെ ഗീതാഗോവിന്ദത്തിൽ അധ്യായങ്ങളുടെ എണ്ണം എത്ര? 12 അധ്യായം. ഓരോ അധ്യായത്തിലും നോക്കണേ 8 വരികൾ ഉള്ള ഗാനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഗീതാഗോവിന്ദങ്ങളെ മറ്റൊരു പേര് വിളിക്കുന്നുണ്ട്. എന്താ പേര്? അഷ്ടപദികൾ. പഠിച്ചേ, അതാണ് പഠിക്കേണ്ടത്, അഷ്ടപദികൾ. നോക്കണേ, ഗീതാഗോവിന്ദത്തിന്റെ മറ്റൊരു പേരെന്ത്? അഷ്ടപദികൾ. എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കാൻ കാരണം ഗീതാഗോവിന്ദത്തിലെ ഓരോ അധ്യായത്തിലും 8 വരികളുള്ള ഗാനങ്ങളുണ്ട്. ഒരു ചോദ്യമാണ്, മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. എന്തുകൊണ്ട് ഗീതാഗോവിന്ദത്തെ, അതായത് ക്ഷേത്രങ്ങളിലെ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ജയദേവന്റെ ഗീതാഗോവിന്ദത്തെ എന്തുകൊണ്ട് അഷ്ടപദികൾ എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗീതാഗോവിന്ദത്തിലെ 12 അധ്യായങ്ങളിലും ഓരോ അധ്യായത്തിലും 8 വരികളുള്ള ഗാനങ്ങളുണ്ട്. 8 എന്ന വാക്കിന്റെ അർത്ഥം അഷ്ടം. കേട്ടല്ലേ? അഷ്ടദിക് പാലകർ, 8 ദിക്കിലെ കാവൽക്കാർ. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു വാക്കാണ് അഷ്ടദിക് പാലകർ, 8 ദിക്കിലെ കാവൽക്കാർ. അഷ്ടകം എന്ന വാക്കിന്റെ അർത്ഥം 8 എന്നാണ്. ക്ലിയർ അല്ലേ? അഷ്ടപദികൾ, 8 വരികൾ. പഠിച്ചോ? അപ്പൊ ഗീതാഗോവിന്ദത്തിന്റെ മറ്റൊരു പേരെന്താ? അഷ്ടപദികൾ. പഠിച്ചു. മുന്നോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടേ, മറന്നു പോകല്ലേ. മുന്നോട്ട് പോണേ. അടുത്ത പറയുന്നേ, നോക്കണേ. ക്വസ്റ്റ്യൻ നോക്കുക. നമ്പർ 20, 20ാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിച്ചേ. ക്വസ്റ്റ്യൻ നോക്കാം. സോപാന സംഗീതത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കൃതി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ കിട്ടിയാണ്ടോ? സോപാന സംഗീതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന കൃതി ഏതാ? ഓപ്ഷൻ പോലും വേണ്ട, കഴിഞ്ഞു. ഗീതാഗോവിന്ദം. അതല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ശരിക്കും കേൾക്കണം, ഓരോ എക്സ്പ്ലനേഷൻ ശരിക്കും ആൻസർ കിട്ടിയിരിക്കും. ആണോ? സോപാന സംഗീതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന കൃതി ഏതാ? ഓപ്ഷൻ വേണ്ട, പറഞ്ഞു. ഗീതാഗോവിന്ദം ആരുടെയാ? ജയദേവൻ. എത്ര ചാപ്റ്റർ ഉണ്ട്? 12 ചാപ്റ്റർ. ഓരോ ചാപ്റ്ററിലും 8 വരികൾ വെച്ച്. സോ എന്ത് വിളിക്കും? അഷ്ടപദികൾ എന്ന് വിളിക്കാനുണ്ടോ അതിനെ? ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നു. അപ്പം നോക്കൂ, സോപാന സംഗീതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന കൃതി ഏതാ? ഗീതാഗോവിന്ദം. സോ ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഗീതാഗോവിന്ദം ആരുടെയാ? ജയദേവൻ. എത്ര ചാപ്റ്റർ ഉണ്ട്? 12 ചാപ്റ്റർ. ഓരോ ചാപ്റ്ററും 8 വരികൾ വെച്ചിട്ടാ. അങ്ങനെ വേണം പഠിച്ചു പോകാൻ. സോ 20 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടോ? കഴിഞ്ഞില്ല. മുന്നോട്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ഈ ചോദ്യം കഴിഞ്ഞു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നോക്കൂ, നമ്പർ 21 ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ഗീതാഗോവിന്ദത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജയദേവൻ ജീവിച്ചിരുന്ന സ്ഥലം ഏതാണ്? നോക്കണേ, ജയദേവൻ ജീവിച്ചിരുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ബംഗാൾ. ജയദേവൻ ജീവിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? 21ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഒഡീഷയാണ് കേട്ടോ. അപ്പോൾ ക്ഷേത്രങ്ങളിലെ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഗീതാഗോവിന്ദത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജയദേവന്റെ ജീവിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? ഒഡീഷ. മറക്കല്ലേ, എവിടെയാണ്? ഒഡീഷയാണ്. എവിടെയാണ്? ഒഡീഷ. എഴുതി പഠിക്കും. ക്ലിയർ. മുന്നോട്ട്. നമ്പർ 22, 22ാമത്. അവിടെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചിട്ട് പോയേക്കണേ. ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. വിശദീകരണം പറയുന്നുണ്ട്. ജയദേവൻ 12ാം നൂറ്റാണ്ടിൽ. എങ്ങനെയാ? ജയദേവൻ 12ാം നൂറ്റാണ്ടിൽ ഒഡീഷയിൽ ജീവിച്ചിരുന്നു. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കവിയും ഒരു സന്യാസിയുമായിരുന്നു. അവിടുന്ന് കുറെ ചോദ്യങ്ങൾ. ഒന്ന്, ജയദേവൻ ജീവിച്ചിരുന്ന സ്ഥലം ഒഡീഷ. 2, അദ്ദേഹം ജീവിച്ചിരുന്ന നൂറ്റാണ്ട് 12ാം നൂറ്റാണ്ട്. 3ാമത്, അദ്ദേഹം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കവിയും സന്യാസിയുമായിരുന്നു. നല്ലൊരു ചോദ്യമാണ്. അവിടെ ഗീതാഗോവിന്ദത്തിന്റെ കർത്താവായിട്ടുള്ള ജയദേവൻ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കവിയും സന്യാസിയുമായിരുന്നു? ഏതാ? ജഗന്നാഥ ക്ഷേത്രം. അപ്പം ഗീതാഗോവിന്ദം, ജയദേവൻ 12ാം നൂറ്റാണ്ട് ഒഡീഷയിൽ ജീവിച്ചിരുന്നു, ജഗന്നാഥ ക്ഷേത്രത്തിലെ കവിയും സന്യാസിയുമായി. അപ്പൊ അവിടെ എല്ലാം അഡീഷണൽ ചോദ്യങ്ങൾ കിടപ്പുണ്ടേ. ക്ലിയർ അല്ലേ? അപ്പൊ മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ ഗീതാഗോവിന്ദത്തിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 12 ചാപ്റ്റർ. ഓരോ ചാപ്റ്ററിലും 8 വരികൾ വെച്ച്. അതുകൊണ്ട് ഗീതാഗോവിന്ദത്തിന്റെ മറ്റൊരു വിളിപ്പേരെന്താ? അഷ്ടപതി എന്ന് വിളിക്കാം. വിളിച്ചല്ലോ. ഇനി ജയദേവൻ 12ാം നൂറ്റാണ്ടിൽ ഒഡീഷയിൽ ജീവിച്ചിരുന്നു, അദ്ദേഹം ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കവിയും സന്യാസിയുമായി. പഠിച്ചു. അടുത്ത 22 ചോദ്യം. അതെ, 22. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം. നോക്കൂ, നമ്പർ 22, 22ാമത്തെ ചോദ്യം. ഗീതാഗോവിന്ദത്തിന്റെ മറ്റൊരു പേരെന്ത്? ഓപ്ഷൻ വേണ്ട. പെട്ടെന്ന് കിട്ടും ആൻസർ. അഷ്ടപതി. കഴിഞ്ഞില്ലേ? ഓപ്ഷൻ വേണ്ട. അഷ്ടം എന്ന വാക്കിന്റെ അർത്ഥം 8. ഓരോ ഗീതാഗോവിന്ദത്തിലെ 12 ചാപ്റ്റർ ഉണ്ട്. ഓരോ ചാപ്റ്ററിലും 8 വരികൾ വെച്ചുള്ള ഗാനങ്ങൾ.
അപ്പൊ അഷ്ടപതി ഓപ്ഷൻ എ. 22ന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ എ. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പ്ലനേഷൻ കൃത്യമായി നോക്കണം, ചോദ്യങ്ങൾ കൃത്യമായി വായിക്കണം. ഓരോ ചോദ്യങ്ങളിൽ നിന്നും ഓരോ എക്സ്പ്ലനേഷനിൽ നിന്നും അടുത്ത ചോദ്യം ഉണ്ടാവുന്നുണ്ട്. ക്ലിയറല്ലേ? പോണേ നമ്പർ 23 ക്വസ്റ്റ്യൻ നോക്കിയേ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 23 ദാ നോക്കൂ. ഇനി പറയുന്നവരിൽ ആരാണ് ഗീതാഗോവിന്ദം രചിച്ചിട്ടില്ലാത്തത്? ക്ലിയർ, കഴിഞ്ഞു, ആൻസറായി. ഇനി പറയുന്നവരിൽ ആരാണ് ഗീതാഗോവിന്ദം രചിക്കാത്തത്? ജയദേവൻ ഒഴിച്ച് ബാക്കി എല്ലാ ആൻസറും വെട്ടിക്കോ. ജയദേവൻ ഒഴിച്ച് ബാക്കി എല്ലാ ആൻസറും വെട്ടിക്കോ. കാളിദാസൻ രചിച്ചിട്ടുണ്ടോ? ഇല്ല. വാൽമീകി രചിച്ചിട്ടുണ്ടോ? ഇല്ല. രാമാനുജനുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ എന്ന് പറയാനും വരട്ടെ. ഇനി പറയുന്നവരിൽ ആരാണ് ഗീതാഗോവിന്ദം രചിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഇങ്ങനെ വരും ആൻസർ കേട്ടോ, ഇങ്ങനെ വരും ആൻസർ. അപ്പോൾ ഇനി പറയുന്നവരിൽ ആരാണ് ഗീതാഗോവിന്ദം രചിച്ചിട്ടില്ലാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ വരും. അപ്പം ആ ഒരു ഓപ്ഷനിനകത്ത് നമ്മൾ വെട്ടേണ്ടത് ഏതാണ്? ബിയും സിയും ഡിയും. ഇതാണ് നമ്മുടെ കറക്റ്റ് ക്വസ്റ്റ്യൻ പ്രകാരം ആൻസറായി വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ കാളിദാസന്റെയും വാൽമീകിയുടെയും രാമാനുജന്റെയും കൃതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ബോർഡിലേക്ക് നോക്കിയേ. കാളിദാസൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഒന്ന് കുമാര സംഭവം കാളിദാസൻ, മേഘ സന്ദേശം കാളിദാസൻ. മേഘ സന്ദേശം ഒരുപാട് പ്രാവശ്യം കേരള PSC ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ KDRB ആണ് ഓർഗനൈസേഷനിൽ ഒരുപാട് പ്രാവശ്യം കേരള PSCയിലെ ഒരു സ്ഥിരം ചോദ്യമായിരുന്നു LD പരീക്ഷയിലെ മേഘ സന്ദേശത്തിന്റെ പിതാവാര്? കാളിദാസൻ. അപ്പൊ കാളിദാസന്റെ ആണ് കുമാര സംഭവമാരാ? കാളിദാസൻ. മേഘ സന്ദേശമാരാ? കാളിദാസൻ. അടുത്ത് നോക്കൂ, വാൽമീകിയാണ് രാമായണത്തിന്റെ കർത്താവ്. അല്ല, വാൽമീകിയാണ്. അടുത്ത ആരാണ്? തുഞ്ചത്തു രാമാനുജന്റെ ചോദ്യം എന്താണ്? മലയാള ഭക്തി സാഹിത്യകാരൻ. മലയാള ഭക്തി സാഹിത്യകാരൻ മാത്രമല്ല എഴുത്തച്ഛന്റെ ശിഷ്യൻ. എഴുത്തിന്റെ ശിഷ്യനാണ് ആര്? തുഞ്ചത്ത് രാമാനുജൻ. നോക്കണം, കാളിദാസൻ എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് കുമാര സംഭവത്തിന്റെ കർത്താവാരാ? കാളിദാസൻ. മേഘ സന്ദേശം കർത്താവാരാ? കാളിദാസൻ. രാമായണത്തിന്റെ പിതാവാരാ? വാൽമീകി. അതുപോലെ തുഞ്ചൻ രാമാനുജന്റെ ക്വസ്റ്റ്യൻ എന്താണ്? അദ്ദേഹം എഴുത്തച്ഛന്റെ ശിഷ്യനാണ്. മാത്രമല്ല മലയാള ഭക്തി സാഹിത്യകാരൻ. മലയാള ഭക്തി സാഹിത്യകാരൻ തുഞ്ചൻ രാമാനുജൻ. അതുപോലെ തന്നെ എഴുത്തച്ഛന്റെ ശിഷ്യൻ കൂടെയാണ് ആര്? തുഞ്ചൻ രാമാനുജൻ. ആരാത്? തുഞ്ചൻ രാമാനുജൻ. റൈറ്റ്. അടുത്ത 24 ചോദ്യം. അതെ, 24 ഞാൻ നോക്കൂ, ഒന്ന് വായിച്ചു നോക്കി. എന്താ 24 എന്നാ? ഏറ്റവും പ്രധാനം സോപാന സംഗീതത്തിന്റെ പ്രത്യേകത നോക്കണേ. സോപാന സംഗീതത്തിന്റെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ ഉച്ചസ്വരത്തിലുള്ള ഗാനം. ഓപ്ഷൻ ബി മന്ത്ര ശബ്ദത്തിലുള്ള ക്ഷേത്ര സംഗീതം. ഓപ്ഷൻ സി നൃത്തത്തോടു കൂടിയ ഗാനം. ഓപ്ഷൻ ഡി ഫിലിം സംഗീതം. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സോപാന സംഗീതം എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളിൽ. അപ്പോൾ സോപാന സംഗീതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മന്ത്ര ശബ്ദത്തിലുള്ള ക്ഷേത്ര സംഗീതമാണ്. അപ്പൊ സോപാന സംഗീതം എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. മന്ത്ര ശബ്ദത്തിലുള്ള ക്ഷേത്ര സംഗീതമാണ് ആര്? സോപാന സംഗീതം. വിട്ടുപോകല്ലേ, സോപാന സംഗീതം എന്താണ്? മന്ത്ര ശബ്ദത്തിലുള്ള ക്ഷേത്ര സംഗീതമാണ് ആര്? സോപാന സംഗീതം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. വിട്ടുപോകല്ലേ. അപ്പോൾ നോക്കണേ, മന്ത്ര ശബ്ദത്തിലുള്ള ഒരു ക്ഷേത്ര സംഗീതമാണ് ആര്? സോപാന സംഗീതം. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. വിട്ടുപോകല്ലേ, ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്. അപ്പം അതും കിട്ടിയിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്, 25ാമത്തെ ചോദ്യമാണ്. നോക്കൂ, 25ാമത്തെ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് 2 അമ്പലങ്ങളെ കൂടെ കൂട്ട് ചെയ്യുന്നുണ്ട്. നോക്കിയേ, എക്സ്പ്ലനേഷൻ പരിശോധിച്ചേ. സോപാന സംഗീതം ഒരു മന്ത്രവും ധ്യാനാത്മകമായ സംഗീത ശൈലിയുമാണ്. ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായും സോപാന സംഗീതത്തിന് പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഗുരുവായൂരുണ്ട്, പത്മനാഭ ക്ഷേത്രം. അപ്പോൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫേമസ് ആയ കേരളത്തിലെ 2 ക്ഷേത്രങ്ങളാണ്. ഒന്ന് ഗുരുവായൂർ, 2 പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. അപ്പോൾ തൃശ്ശൂരിലെ ഗുരുവായൂർ ക്ഷേത്രവും 2 തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രവുമാണ് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ചു നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏറ്റവും മികച്ച ക്ഷേത്രങ്ങൾ 2 ക്ഷേത്രം ഏതാണ്? ഒന്ന് ഗുരുവായൂര്, 2 പത്മനാഭ സ്വാമി ക്ഷേത്രം. പഠിച്ചേ, വീണ്ടും മുന്നോട്ട് പോകുന്നു. ലാസ്റ്റ് ചോദ്യങ്ങളിലേക്ക് ഇതാ നോക്കൂ. 25ാമത്തെ ചോദ്യം. ഗീതാഗോവിന്ദം ഏത് ദേവന് സമർപ്പിച്ചിരിക്കുന്നു? നല്ലൊരു ചോദ്യമാണ്.
ഗീതാ ഗോവിന്ദം ഏത് ദേവന് സമർപ്പിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ ശിവൻ, ഓപ്ഷൻ ബി ഗണപതി, ഓപ്ഷൻ സി വിഷ്ണു, ഓപ്ഷൻ ഡി ദുർഗ. നോക്കണേ, നമ്മളെ പറഞ്ഞു ജയദേവൻ കർത്താവായിട്ടുള്ള ഗീതാ ഗോവിന്ദം ഏത് ദേവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു? ശിവനാണോ, ഗണപതിയാണോ, വിഷ്ണു ആണോ, ദുർഗയാണോ? ആൻസർ ഏതാ? ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഗണപതിയാണ്. വിട്ടുപോകല്ലേ. ഗീതാ ഗോവിന്ദം ഏത് ദേവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു? ഏതാ ആൻസർ? ഗണപതി. ആൻസർ ഏതാ? ഗണപതിയാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ 25ാമത്തെ ചോദ്യമാണ്. ഗീതാ ഗോവിന്ദം എന്നുള്ളത് ഗണപതി ഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതമാണ് ഇത്. ഗീതാ ഗോവിന്ദ സംഗീതം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇത്രയും ചോദ്യങ്ങൾ പറയാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതാ നോക്കൂ, നിലവിൽ ഒന്ന് വായിച്ചു നോക്കണേ. നിലവിൽ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള LDC, അതുപോലെ സാനിറ്റേഷൻ വർക്കർ, അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡർ, അതുപോലെ തന്നെ ലിഫ്റ്റ് ബോയ്, അതുപോലെ തന്നെ ലാമ്പ് ക്ലീനർ, അതുപോലെ ആയ, സ്യൂപ്പർ പോസ്റ്റ്, റൂം ബോയ്, ലാബ് അറ്റൻഡർ, ഡ്രൈവർ ഗ്രേഡ് 2 തുടങ്ങിയ എല്ലാ ബാച്ചുകളിലേക്കും മിനിസ്റ്റേഴ്സ് അക്കാഡമിയിൽ അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പരും പേരും മെയിലൊക്കെ കൊടുത്ത് നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്തെന്ന് കൃത്യമായിട്ട് പറയുക. ഇനി അല്ല, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാട്സാപ്പ് നമ്പറുണ്ട് 8281008055. ഒരു വാട്സാപ്പ് നമ്പറാണ്. ഒന്നുകിൽ ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസുകൾ വാട്സാപ്പ് ചെയ്യുക. അതല്ല എന്നുള്ളത് അതിലേക്ക് വിളിക്കുക. വാട്സാപ്പ് തന്നെയാണ് എനിക്ക് എളുപ്പം. കാരണം ഞാൻ വ്യത്യസ്തമായ ക്ലാസ്സുകൾ ഓരോ മൊമെന്റിൽ കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും റിപ്ലൈ കൃത്യമായി തരാൻ കഴിയും. വിളിച്ചാൽ ഒരുപക്ഷെ കൃത്യമായിട്ട് എല്ലായ്പ്പോഴും എടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. എന്നാലും ഒരുപക്ഷെ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ആ നമ്പറിലേക്ക് വിളിക്കുക. ഞാൻ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം. 1 LDC, 2 സാനിറ്റേഷൻ വർക്കർ, 3 ഓഫീസ് അറ്റൻഡർ, 4 ലിഫ്റ്റ് ബോയ്, 5 ലാമ്പ് ക്ലീനർ, 6 ആയ പോസ്റ്റ്, 7 സ്യൂപ്പർ പോസ്റ്റ്, 8 റൂം ബോയ്, 9 ലാബ് അറ്റൻഡർ, 10 ഡ്രൈവർ ഗ്രേഡ് 2. ഇങ്ങനെ 10 ബാച്ചുകളിലേക്ക്, നിലവിൽ 10 ബാച്ചുകളിലേക്കും 10 വ്യത്യസ്ത ബാച്ചാണ്. 10 ബാച്ചുകളിലേക്കും നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺഷൈൻ പറയുന്നു, ഗൂഗിൾ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷകൾ ഒന്നിലധികം എക്സാം ഉണ്ടെങ്കിൽ അതും പറയുക. ചിലപ്പോൾ ഒരാൾ ലിഫ്റ്റ് ബോയും ലാമ്പ് ക്ലീനറും LDCയും കാണും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം ബാച്ച് ഉണ്ട്. അപ്പോൾ ഒന്നിലധികം ബാച്ചുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ആ ഗൂഗിൾ ഫോമിൽ പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയുക, നിങ്ങൾ ഒന്നിലധികം പോസ്റ്റുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക. അപ്പോൾ അതനുസരിച്ച് അതിനു വേണ്ടി പ്രത്യേകം ബാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിംഗിൾ ബാച്ചും ഉണ്ട്, കമ്പൈൻ ബാച്ചും ഉണ്ട്. അപ്പോൾ ഒരു എക്സാം ആണെങ്കിൽ അങ്ങനെ, ഒന്നിലധികം ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് കൃത്യമായിട്ട് ഗൂഗിൾ ഫോമിൽ നിങ്ങളൊന്ന് പറഞ്ഞിരിക്കണം. ഒന്നിലധികം എക്സാം ആണെങ്കിൽ കൃത്യമായിട്ട് പറയുക. അപ്പോൾ ഒന്നെങ്കിൽ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ആണ് ഈ നമ്പർ നോക്കണേ 8281008055 എന്നൊരു വാട്സാപ്പ് നമ്പർ അതിലേക്ക് വാട്സാപ്പായ ഡീറ്റെയിൽസ് ഇടുക, അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുക. ഓക്കെ അല്ലേ? അതുപോലെ ഈ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പ്ലേസ് ചെയ്തേക്കാം. അതിന്റെ കൂടെ ഒരു വാട്സാപ്പ് നമ്പർ പ്ലേസ് ചെയ്തേക്കാം. അതിൻ്റെ ഒരു ടെലിഗ്രാം ലിങ്കും കാണും. 3 കാര്യങ്ങൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഗൂഗിൾ ഫോം ഉണ്ടാകും, വാട്സാപ്പ് നമ്പർ ഉണ്ടാകും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത് മാത്രമല്ല കേരളത്തിലെ കംപ്ലീറ്റ് SSC, RRB, റെയിൽവേ, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, സിവിൽ സർവീസ്, കേരള PSC, CPO, സിവിൽ എക്സൈസ്, SI, ഇങ്ങനെ കേരളത്തിലെ എല്ലാ പരീക്ഷകളിലും എന്തെങ്കിലും അപ്ഡേഷൻ, സിലബസ്, നോട്ടിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ്, പരീക്ഷാ ഡീറ്റെയിൽസ്, കൺഫർമേഷൻ ലിസ്റ്റുകൾ, പരീക്ഷാ ഡേറ്റ്, ഇങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിലേക്ക് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല, വരും ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമ്മളിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു രീതി കണ്ടല്ലോ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളുടെയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, എന്താണ് ഓംകാരം അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സും, എന്താണ് നിലവിളക്കിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സും, ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ടോപ്പിക്കുകളെയും വിശദീകരിച്ച ക്ലാസ്സുകളാണ് നമ്മുടെ ബാച്ചുകളിൽ നടക്കുന്നത്.
ഇതുപോലെ എല്ലാ വിഷയത്തിനും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, റോഡ് നിയമങ്ങൾ, അതുപോലെ എല്ലാ വിഷയങ്ങളും, സ്പെഷ്യൽ ടോപ്പിക്ക്, ഇംഗ്ലീഷ്, മാത്സ്, എല്ലാ വിഷയങ്ങളും അടങ്ങിയ വിശദീകരിച്ച ക്ലാസ്സാണ് ഓരോ ബാച്ചിനും. LDC, സാനിറ്റേഷൻ വർക്കർ, OA പോസ്റ്റ്, ലിഫ്റ്റ് ബോയ്, ലാബ്, എല്ലാത്തിനും ഉണ്ട് ക്ലാസ്. ഓക്കെ അല്ലേ? ബാക്കി എല്ലാ ഡീറ്റെയിൽസുകളും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, മറക്കരുത്. ഇനി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, ശ്രദ്ധിക്കണം. ഇനി സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ദിവസവും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി ക്ലാസ് ഉണ്ട്. കൃത്യം എല്ലാ ദിവസവും ക്ലാസ് ഒന്ന് കണ്ടേക്കണം. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവും. കൃത്യമായി കണ്ടേക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ എല്ലാ വിഷയങ്ങളും മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി, അതെല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്, എല്ലാം കൃത്യമായി കണ്ടു നോക്കുക, എക്സാം വിജയിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുത്താൽ മാത്രമേ ഓരോ ഷോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. കൃത്യമായി ശ്രദ്ധിക്കണേ അത്. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.